അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരിഖുൽ ഇസ്ലാം ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം കൃത്യമായും വായിച്ച് മനസ്സിലാക്കുക. ക്ലാസ് 6 എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇനി ആ പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ എൻ്റെ ചാനലിലുള്ള പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി നോക്കിയാൽ എല്ലാ പാഠത്തിൻ്റെയും തദ്രീബാത്ത് വീഡിയോസ് കിട്ടുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം ശരിയുത്തരത്തിനു നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. കനാൻ നിവാസികളിലേക്ക് നിയുക്തനായ റസൂൽ. ഓപ്ഷൻസ് നോക്കൂ: ലൂത്ത് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം. ശരിയുത്തരം യാക്കൂബ് അലൈഹിസ്സലാം. 2. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. ഓപ്ഷൻസ് നോക്കൂ: 50 വർഷം, 20 വർഷം, 30 വർഷം. മൂസാ നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്നത്? അതെ, 30 വർഷം. 3. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് എത്തിപ്പെട്ട സ്ഥലം. ഓപ്ഷൻസ് നോക്കൂ: ഈജിപ്ത്, മദിയൻ, സീനാമല. ശുത്രം മദിയൻ. 4. അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിച്ച വർഷം. ഓപ്ഷൻസ് നോക്കൂ: 83, 93, 63. ചരിത്രം 93. 5. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്. ഓപ്ഷൻസ് നോക്കൂ: അറബിക്കടൽ, ചെങ്കടൽ, അറ്റ്ലാന്റിക്. ചരിത്രം ചെങ്കടൽ. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 6. ഞാൻ നിന്റെ സഹോദരനാണ്, നീ ദുഃഖിക്കരുത്. 7. യമനിലെ റാജ്ഞി. 8. ശക്തനായ ഒരു ജിന്ന്. 9. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ. 10. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകൻ. ഇപ്പുറത്ത് നോക്കൂ: എ ഇഫ്രീത്ത്, ബി 12, സി യൂസുഫ് നബി അലൈഹിസ്സലാം, ഡി യൂനുസ് നബി അലൈഹിസ്സലാം, ഇ ബിൽഖീസ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6. ഞാൻ നിന്റെ സഹോദരനാണ്, നീ ദുഃഖിക്കരുത്. ഇത് ആരാണ് പറഞ്ഞത്? സി യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. 7. യമനിലെ റാജ്ഞി. ആരാണ് യമനിലെ റാജ്ഞി? ഇ ബിൽഖീസ്. 8. ശക്തനായ ഒരു ജിന്ന്. ചരിത്രം എ ഇഫ്രീത്ത്. 9. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ. എത്രയാണ് മക്കൾ? ബി 12. 10. നിനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകൻ. ചരിത്രം ഡി യൂനുസ് നബി അലൈഹിസ്സലാം. CEABD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 11. തടിച്ച 7 പശുക്കളെ ഡാഷ് 7 പശുക്കൾ ഭക്ഷിക്കുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മെലിഞ്ഞ. തടിച്ച 7 പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ ഭക്ഷിക്കുന്നു. 12. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുപ്പായം ഡാഷ് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. അവിടെ പൂരിപ്പിക്കേണ്ടത് മുഖത്തിട്ടപ്പോൾ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുപ്പായം മുഖത്തിട്ടപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. 13. ജയിലിൽ വെച്ച് ഡാഷിന് അള്ളാഹു റിസാലത്ത് നൽകി. അവിടെ പൂരിപ്പിക്കേണ്ടത് യൂസുഫ് അലൈഹിസ്സലാം. ജയിലിൽ വെച്ച് യൂസുഫ് അലൈഹിസ്സലാമിന് അള്ളാഹു റിസാലത്ത് നൽകി. 14. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു ഡാഷ് കൊണ്ടുവന്നേക്കാം. അവിടെ പൂരിപ്പിക്കേണ്ടത് അവരെയെല്ലാം ഒന്നിച്ച്. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു അവരെയെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നേക്കാം. 15. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ചൊല്ലിയ സിക്കർ. അവിടെ പൂരിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. 16. സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചത് എന്തിന്? ഉത്തരം ദുരഭിമാനികളായ സ്വേച്ഛാധിപതികൾ ഭരണം നടത്തിയിരുന്ന കാലം അവരെ വെല്ലുന്ന അധികാരം മുഅ്ജിസത്തായി നൽകാൻ.
17. കുഞ്ഞ് ജനിക്കുമെന്നതിന് അല്ലാഹു തആല പറഞ്ഞ അടയാളം എന്തായിരുന്നു? ഉത്തരം: 3 ദിവസം ആംഗ്യഭാഷയിലല്ലാതെ സക്കരിയ അലൈഹിസ്സലാമിന് സംസാരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അടയാളം. 18. ഹന്നാ ബീവി റളിയല്ലാഹു അൻഹ മകളെ നേർച്ചയാക്കി. എന്തിന്? ഉത്തരം: ഗർഭസ്ഥ ശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിനായി. 19. ഈസാ നബി അലൈഹിസ്സലാമിന്റെ 3 മുഅ്ജിസത്തുകൾ എഴുതുക. ഉത്തരം: അല്ലാഹു തആലയുടെ അനുമതിയോടെ അദ്ദേഹം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി. അത് പക്ഷിയായി പറന്നുപോയി. അന്ധരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തി. മരിച്ചവരെ ജീവിപ്പിച്ചു. 20. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്ത് ദിവസം ഉണ്ടായ ഒരു അത്ഭുതം. ഉത്തരം: അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു അത്. മകൻ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ച് ജനങ്ങൾക്ക് തണൽ നൽകി. അടുത്ത പ്രവർത്തനം. 21. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം. അപ്പം നോക്കൂ, നമ്രൂദും അനുയായികളുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനത. അവർ വിഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന മുശ്രിക്കുകളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പിതൃവ്യൻ ആസറിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം വിശ്വസിച്ചില്ല. തുടർന്ന് ജനങ്ങളെ സമീപിച്ചു. അള്ളാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വ ചെയ്യുക, അതാണ് നിങ്ങൾക്കുത്തമം, അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. പ്രാർത്ഥന കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പിതാക്കന്മാർ അങ്ങനെ ചെയ്തിരുന്നു എന്ന ന്യായമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴിക്കേടിലായിരിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. 22. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം. ഇപ്പം നോക്കൂ, യുദ്ധം ആരംഭിച്ചപ്പോൾ അമാലിക രാജാവായ ജാലൂത്ത് പോർവിളി നടത്തി. താലൂത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ദാവൂദ് അലൈഹിസ്സലാം അവനോട് ഏറ്റുമുട്ടുകയും വധിക്കുകയും ചെയ്തു. താലൂത്ത് തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് രാജാധികാരവും വിട്ടുകൊടുത്തു. ഈ സംഭവത്തോടെ പ്രസിദ്ധനായ ദാവൂദ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനാക്കി. സബൂർ എന്ന വേദഗ്രന്ഥം നൽകി. 40 കൊല്ലം അദ്ദേഹം ഭരണം നടത്തി. ഐക്കത്ത് മുതൽ യൂഫ്രട്ടീസ് നദി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശം. പർവ്വതങ്ങളെയും പക്ഷികളെയും അല്ലാഹു തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവ ദാവൂദ് നബി അലൈഹിസ്സലാമിനൊപ്പം തസ്ബീഹ് ചൊല്ലി. ഇരുമ്പ് അല്ലാഹു തആല മെഴുകുപോലെ മൃദുലമാക്കി കൊടുത്തു. അതുപയോഗിച്ച് ഭാരം കുറഞ്ഞ പടയങ്കികളും മറ്റും നിർമ്മിച്ചു. 100 വയസ്സ് പ്രായമായപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വഫാത്തായി. ഭരണ തലസ്ഥാനമായ ബൈത്തുൽ മഖ്ദിസ് പട്ടണത്തിലായിരുന്നു വഫാത്ത്. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു അത്. മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന പ്രകാരം പക്ഷികൾ ചിറക് വിരിച്ച് ജനങ്ങൾക്ക് തണൽ നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ ബൈത്തുൽ മഖ്ദിസിൽ അടക്കം ചെയ്തു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.